ഇന്ന് നമ്മൾ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. ഒരുപാട് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഒരു ചെറിയ കറി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 300 ഗ്രാമൊക്കെ വരും കേട്ടോ. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് പരത്തിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് കനമില്ല, എന്നാൽ നമ്മൾ മോര് കറിക്കൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലല്ല. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും. കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്. പാകത്തിനുള്ള ഉപ്പ്. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു കുമ്പളങ്ങയുടെ മേലെ നിൽക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് വെള്ളം മതിയാകും, ഒരുപാട് വെള്ളം വേണ്ട. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുമ്പളങ്ങ ഒരു പകുതി വേവാക്കിയെടുക്കുക. ഇത് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കൊള്ളൂ. അപ്പോൾ അത്യാവശ്യം തിളച്ചൊരു പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിൽ കുറച്ചൊരു പുളി എടുക്കുക. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളതാണ് പുളിവെള്ളം. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം ബാക്കി തിളപ്പിച്ച് നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പുളി എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട്, കയ്യിലുള്ള പുളിക്ക് അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഇങ്ങനെ തിളച്ച് കഴിയുന്ന സമയത്ത് ഇതുപോലെ പുളിവെള്ളവും വെള്ളമൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റി ഒന്നങ്ങ് കുറുകി വരുന്ന രീതിയിലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെള്ളം വച്ച് കളയണ്ട, കാരണം ഇത്തിരി ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഗ്യാസിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. ഒരു ടീസ്പൂണൊക്കെ മതിയിട്ട്, കാരണം നമുക്ക് ലാസ്റ്റ് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഒരുപാട് വേണ്ട. എന്നിട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉലുവ വറുത്തൊഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഞാൻ രണ്ടും കൂടെ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കണം. അപ്പോഴാണ് നമ്മൾ പുളിയിട്ട കറികൾ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വളംപുളി പിഴിഞ്ഞ കറിയാവുന്ന സമയത്ത്. അപ്പോൾ ലാസ്റ്റ് ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ഒരിത്തിരി വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. പിന്നെ ഈ ഒരു കറിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സംഭവമായിട്ടുള്ള കറിയൊന്നുമല്ല. എന്നാലും ഇപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് തേങ്ങയില്ല, അല്ലെങ്കിൽ തേങ്ങ അരച്ച കറി കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറി, അത്രയേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയോടെ അരച്ചിട്ട് ഉലുവ വറുത്തൊഴിച്ചാലും കറി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇത് സൈഡായിട്ട് കഴിക്കാൻ നല്ലതായിരിക്കും. എല്ലാവർക്കും അറിയുന്നൊരു കറി തന്നെയായിരിക്കും ഇത്. എന്നാലും പുതുതായിട്ടൊക്കെ കുക്കിംഗ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പഴയ ടേസ്റ്റുള്ള ഒരു കറി മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്